എന്നോടൊപ്പം കോളേജിൽ സ്പോർട്സിലും ഫിറ്റ്നസ്സിലും വളരെ സജീവമായിരുന്നൊരു വ്യക്തി, എൻ്റെ ഒരു ഫ്രണ്ട്, കുറച്ച് വിഷമത്തോടെ കുറച്ച് നിസ്സഹായതയോടെ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എനിക്കിനി ഈ പ്രായത്തിൽ മസിൽസൊക്കെ ബിൽഡ് ചെയ്യാൻ സാധിക്കുമോ? യു ക്യാൻ ബിൽഡ് മസിൽസ് അറ്റ് എനി ഏജ്. നമുക്കിവിടെ വേണ്ടത് പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ്. ഒന്ന്, പ്രിസിഷൻ ന്യൂട്രീഷനാണ്. പേശികൾ ബിൽഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അനബോളിക് ന്യൂട്രിയൻ എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. പ്രോട്ടീനെക്കുറിച്ച് പലർക്കും ഒരുപാട് ഭയമുണ്ടെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ നിങ്ങളുടെ ഭയത്തിനെ മറികടക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, നോളജാണ്. പ്രോട്ടീനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇന്ന് പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള വലിയൊരു ഭയമൊന്നും ഉണ്ടാകേണ്ട പോഷകവസ്തു അല്ല പ്രോട്ടീൻ. കൂടുതലും ഭയക്കേണ്ടത് അന്നജത്തിനെയാണ്. ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റിലും ലഞ്ചിലും ഡിന്നറിലും ഒരു 30 ഗ്രാം എങ്കിലും മിനിമം പ്രോട്ടീൻ റിക്വയർമെൻറ്റ് ഉണ്ടാകേണ്ടത് മസിൽസ് ബിൽഡ് ചെയ്യാൻ ആവശ്യമാണ്. രണ്ടാമത് വേണ്ടത് പ്രിസിഷൻ സപ്ലിമെൻറ്റേഷനാണ്. ഭക്ഷണത്തിൽ കൂടെ എല്ലാ പോഷകങ്ങളും എല്ലാ ദിവസവും മാനേജ് ചെയ്യുന്ന എളുപ്പമുള്ള കാര്യമല്ല. ഒരു ശാസ്ത്രീയമായ ഗൈഡൻസോട് കൂടിയിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ നമ്മളുടെ ഡയറ്റിനോടൊപ്പം ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു ഡെയിലി ഇൻടേക്ക് ഓഫ് ഒരു 50 to 60 ഗ്രാം ഓഫ് സപ്ലിമെൻറ്റ്സ് പ്രോട്ടീനിലുണ്ട്. ഞാൻ പ്ലാന്റ് പ്രോട്ടീൻ ഉപയോഗിക്കാറുണ്ട്, വേ പ്രോട്ടീൻ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റേഷനുണ്ട്, വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷനുണ്ട്, ഒമേഗ 3 സപ്ലിമെൻറ്റ്സ് ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്. സോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളൊരു പ്രിസൈസ് ആയിട്ടുള്ള സപ്ലിമെൻറ്റേഷൻ റെജീം ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടെ തയ്യാറാക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒന്ന് ഒരു പ്രിസിഷൻ ഫിറ്റ്നസ് റെജീമാണ്. ഒരുപക്ഷെ ചെറിയ രീതിയിൽ നിന്നായിരിക്കും നിങ്ങൾ തുടങ്ങുന്നത്. ആ ചെറിയ രീതിയിൽ നിന്ന് തുടങ്ങി നിങ്ങൾ ഉപയോഗിക്കുന്ന ലോഡ്, നിങ്ങളുടെ ഫിറ്റ്നസ് റുട്ടീൻ, നിങ്ങളുടെ പടിപടിയായിട്ടുള്ള നിങ്ങളുടെ പ്രോഗ്രസീവ് ഓവർലോഡിങ്, ഇതിനെയൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്യാൻ സാധിച്ചാൽ മസിൽസ് ബിൽഡ് ചെയ്യാൻ പറ്റും. നാലാമത്തെ പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് വെറുതെ ഊഹാപോഹങ്ങൾക്ക് നിൽക്കാതെ അസസ്മെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അസസ് നോട്ട് അസ്യൂം. നിങ്ങളുടെ ബോഡി കോമ്പോസിഷൻ ഒന്ന് നോക്കുക. പേശികൾ, കൊഴുപ്പ്, അതിൽ വിസറൽ ഫാറ്റ്, അതുപോലെ നിങ്ങളുടെ ബ്ലഡ് മാർക്കേഴ്സ്, അതുപോലെ മറ്റ് ക്ലിനിക്കൽ പാരാമീറ്റേഴ്സ്, നിങ്ങളുടെ ഫിസിക്കൽ സ്ട്രെങ്ത്, നിങ്ങളുടെ ഗ്രിപ്പ് സ്ട്രെങ്ത്, ഇതൊക്കെ ഒന്ന് മെഷർ ചെയ്തുകൊണ്ട് വേണം പോകാൻ. അതായത് 4 പ്രധാനപ്പെട്ട ഇൻ്റർവെൻഷൻസിൽ കൂടെ നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് പേശികളെ ബിൽഡ് ചെയ്യാൻ സാധിക്കും.